അങ്ങനെ ബാഡ് മെമ്മറി എറൈസറിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ സേയുടെ അച്ഛനെ പോലീസുകാർ കൊണ്ടുപോകുന്ന ടൈമിലാണ് അങ്ങോട്ട് സേ എത്തുന്നതും അച്ഛ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ മോളെ നിന്നോട് ആരാ പുറത്തേക്ക് വരാൻ പറഞ്ഞത്, ഇവിടെ സേഫ് അല്ല, നിനക്ക് അവിടെ തന്നെ ഇരിക്കായിരുന്നില്ല എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ പേടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് ലീഷൻ വരുന്നതും ലീഷിനെ കാണുന്ന അച്ഛനാണെങ്കിൽ ഇവനാണോ നിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്, ഇവനെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നതും ഞാനാണ് പോലീസിന് വിവരം അറിയിച്ചതെന്ന് സേ അവിടെ പറയുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എൻ്റെ ഫാമിലി പോലെയാണ്, അവർ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുതെന്ന് പറയുന്ന സേയോട് സ്വന്തം അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ട് നിന്റെ കൂടെയുള്ള ഈ ചതിയന്മാരെ നീ ഫാമിലി ആയിട്ടാണോ കണ്ടേന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാരാണെങ്കിൽ ബലം പ്രയോഗിച്ച് അച്ഛനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ലീഷനാണെങ്കിൽ താൻ ഓക്കെ അല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിലും അവിടുത്തെ ഓഫീസേഴ്സിനോട് ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് 2007 കാലഘട്ടം ഇവർ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നല്ലോ. അപ്പോൾ ക്യുജോങ്ങും ഫാമിലിയും കൂട്ടിയിട്ട് ക്യുജോങ്ങിൻ്റെ ചേച്ചിയെ കാണിക്കുന്നുണ്ട്. ഇവർ സേയുടെ ഫാമിലിയുടെ അടുത്തേക്ക് വരുന്നതും അതിനുശേഷം അച്ഛൻ ജോലിക്ക് പോകുന്ന ടൈമിൽ സേയുടെ അമ്മ എന്തോ ഒത്തിരി സ്നേഹത്തോടെ ക്യുജോങ്ങിൻ്റെ അച്ഛനോട് പെരുമാറുന്നുണ്ട്. ഇതാണെങ്കിൽ കണ്ടുവരുന്നതോ നമ്മുടെ സേയുടെ അച്ഛനായിരിക്കും കേട്ടോ. ആൾക്ക് അപ്പം തന്നെ ഒരു കുശുമ്പും അതുപോലെ ഒരു സംശയരോഗമൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളാണെങ്കിൽ ക്യുജോങ്ങിൻ്റെ അച്ഛനെ പിന്നീട് ഫോളോ ചെയ്യുന്നതും ക്യുജോങ്ങിൻ്റെ അച്ഛൻ പോകുന്നത് അവിടെ നല്ല ഫേമസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്രീ ആയിട്ട് ഈ സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനത്തെ അവരുടെ ഹോസ്പിറ്റലിലേക്കാണ്. പച്ചക്കറിയൊക്കെ വാങ്ങാനെത്തുന്ന സേയുടെയും ക്യുജോങ്ങിൻ്റെയും അമ്മയോട് നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വന്നൂലേ, നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നമൊക്കെ മാറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഇവർ ശരിക്കും ഷോക്കാകുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡോ, നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ടോ എന്ന് സേയുടെ അമ്മ അവിടെ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ കണ്ടല്ലോ, ഞാൻ കറക്റ്റായിട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും ഷോക്കാകുന്നുണ്ട്. അപ്പോൾ ഈ ലേഡിയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ അവിടെ ചോദിക്കുന്നതും പിന്നീട് കാണിക്കുന്നത് അതായത് ഹോസ്പിറ്റലിൽ സേയുടെ അച്ഛൻ ക്യുജോങ്ങിൻ്റെ അച്ഛനെ കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതാണെങ്കിൽ അങ്ങോട്ട് വരുന്ന ക്യുജോങ് കാണുന്നതും ഇവളാകെ ഷോക്കായിട്ട് ബോധം കിട്ട് അവിടെ വീഴുന്നുണ്ട്. സേയുടെ അച്ഛനാണെങ്കിൽ പിന്നീട് ക്യുജോങ്ങിനെ കൊല്ലാൻ തന്നെയാണ് ശ്രമിക്കുന്നത്, എന്നാൽ എന്തുകൊണ്ടോ അത് കൊല്ലുന്നില്ല കേട്ടോ. ആ സീൻ അവിടെ എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. പിന്നീട് ബോധം വരുന്ന ക്യുജോങ്ങിനെയാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത് അവളുടെ അമ്മ ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങോട്ട് വരുന്ന സേയുടെ അമ്മയാണെങ്കിൽ ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾ കാരണം നിങ്ങളുടെ ജീവിതം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, എന്താ എനിക്ക് പറയേണ്ടതെന്ന് പോലും അറിയില്ല, ഒരു സോറിയിൽ ഒന്നും ഒതുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആൾക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയാതെ ആകെ അങ്ങ് ബുദ്ധിമുട്ടുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ അതായത് ആദ്യമായിട്ട് സേ എൻ്റെ അടുത്തേക്ക് വന്ന ടൈമിൽ എനിക്ക് വേണമെങ്കിൽ അവളോട് ദേഷ്യത്തിൽ പെരുമാറായിരുന്നു. പക്ഷേ ആൾ ചെയ്ത തെറ്റിൽ അവരുടെ മകളായ സേ എന്ത് പിഴച്ചു. അപ്പം എനിക്ക് അവളോട് അങ്ങനെ അത്ര ദേഷ്യമൊന്നും തോന്നിയില്ല. ഇവളുടെ അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എന്ന് വിചാരിച്ച് എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിൽ സേയുടെ അമ്മയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് സേ അങ്ങോട്ട് വരുന്നതും മുന്നത്തെ പോലെയല്ല, ക്യുജോങ് ചേച്ചിയോട് എന്താ സംസാരിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. കാരണം സ്വന്തം അച്ഛൻ കാരണമാണ് ചേച്ചിയുടെ അച്ഛൻ മരിച്ചതെന്ന് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന അവളാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ടൈമിൽ നീ എന്തെങ്ങനെ നിൽക്കുന്നേ, എന്നൊന്ന് ഹഗ് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുന്നതും ചേച്ചീനെ ആ ഹഗ് ചെയ്യാൻ പോയിട്ട് ചേച്ചിയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ഒരു അധികാരം പോലും എനിക്കില്ല എന്നൊക്കെ പറയുന്ന ടൈമിൽ ക്യുജോങ് ആണെങ്കിൽ അയ്യോ എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേ ആണെങ്കിൽ എന്താ പറ്റി, ഡോക്ടറെ വിളിക്കണമെന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അതൊന്നും വേണ്ട, നീ ഒന്ന് ഹഗ് ചെയ്താൽ മതി എന്ന് പറയുന്നതും പിന്നീട് ഇവളാണെങ്കിൽ ആകെ കരഞ്ഞ് ഹഗ് ചെയ്ത് സോറിയൊക്കെ പറയുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത്. അങ്ങനെ അവരും സെറ്റ് ആകുന്നുണ്ട്. പിന്നീട് സേ ആണെങ്കിൽ ലീഗുവിനെ കാണാൻ പോകുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു, ഞാൻ ഇറ്റലിയിലേക്ക് തിരിച്ചു പോവുകയാണ്, അതിനു മുന്നേ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി, നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതും നിങ്ങളുടെ ഫസ്റ്റ് ലവും ഞാനല്ല എന്നവിടെ പറയുന്നതും ഇവനാണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. പിന്നെ ആ മെഡൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്ന ലീഗുവിനോട് ആ മെഡൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, ഞാനന്ന് അവിടെ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ലീഗുവിന് പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇത് മനസ്സിലാക്കുന്ന സേ ആണെങ്കിൽ അല്ല ആ മെഡലിൻ്റെ കാര്യം ചേട്ടൻ്റെ ഫസ്റ്റ് ലവിൻ്റെ കാര്യമൊക്കെ അങ്ങ് വിട്ടേക്ക്, അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ക്യുജോങ് ചേച്ചിയോടുള്ള ഇഷ്ടം അത് ഇപ്പോഴും പോയതാണോ, അത് ആരും ആയിക്കോട്ടെ, ചേച്ചിയോടൊരു സ്നേഹം ഉണ്ടായിരിക്കില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ പറയണം, ഹയർ റിസർച്ചിന് വേണ്ടിയിട്ട് ചേച്ചി കൊറിയയിൽ നിന്ന് ഉടനെ തന്നെ തിരിച്ചു പോകുമെന്ന് പറയുന്നതും പിന്നീട് ഇവൾ ഇറ്റലിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവളെ ഹാപ്പി ആയിട്ടാണ് കേട്ടോ യാത്ര അയക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിലും ക്യുജോങ്ങിനോട് അത് ശരി ചേച്ചി ചിരിക്കുകയെ ചെയ്യുന്നതല്ലേ, ഞാൻ പോകുന്നതിൽ ഒരു സങ്കടവും ഇല്ല, ഇതെന്ത് കഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ക്യുജോങ് ആണെങ്കിൽ പിന്നെ പണ്ടത്തെ പോലെ നിന്നെ പോലെ ക്രൈ ഗേൾ ആവണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് പണ്ട് ഇവളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇത് കേൾക്കുന്ന സേ ആണെങ്കിൽ ഷോക്കായിട്ട് എൻ്റെ സ്വഭാവത്തെ പറ്റി ചേച്ചിക്ക് ഓർമ്മ വന്നു, അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഓർമ്മ വന്നു, അങ്ങനെയാണെങ്കിൽ ആ മെഡല് അതുപോലെ ലീഗുവിൻ്റെ ജീവൻ രക്ഷിച്ചത് അതൊക്കെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഇവളിങ്ങ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സേ ആണെങ്കിൽ ചേച്ചി എങ്ങാനാണോ എന്ന് അവിടെ ചോദിക്കുന്നതും പിന്നീട് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് പണ്ടത്തെ സെയും ക്യുജോങ് ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈനൊക്കെ ക്യാച്ച് ചെയ്യുന്ന ടൈമിൽ ഞാൻ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഈ സേയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ക്യുജോങ് അവിടെ നിന്ന് പോകുന്ന ടൈമിലാണ് ലീഗുൻ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നും വീഴുന്നതും ശബ്ദം കേട്ട് ഇവൾ അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ പിന്നീട് ലീഗുനെ രക്ഷിക്കുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ മെഡൽ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ടൈമിൽ ഇവളാണെങ്കിൽ വീണ്ടും ആ പുഴയിലേക്ക് ഇറങ്ങി മെഡൽ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ അത്യാവശ്യം ബോധമൊന്നും ഉണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെ ലീഗുൻ കരഞ്ഞുകൊണ്ട് ബ്രിഡ്ജിൻ്റെ മുകളിൽ എത്തുന്നുണ്ട്. എന്നാൽ
എന്നാൽ ഇവള് നോക്കുന്ന ടൈമിൽ ലീഗുനെ കാണുന്നുമില്ല. അപ്പോൾ ഇവളാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തുന്ന ടൈമിൽ അവിടെ സേ ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ എന്നെ അന്വേഷിച്ച് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് ക്യൂചോങ് അച്ഛൻ്റെ ആ ഒരു ക്ലിനിക്കിലേക്ക് ചെല്ലുന്നതും പിന്നീടാണ് അച്ഛനെ കൊല്ലുന്ന ഒരു സീനൊക്കെ അവിടെ കാണുന്നത്. ഇവളാണെങ്കിൽ ആ ടൈമിൽ ബോധം കെട്ട് വീഴുന്നതും ഇവളെ നേരത്തെ കൊന്നില്ല എന്ന് പറഞ്ഞല്ലോ, അതിന് കാരണം ആ ഷോപ്പ് ലേഡി സേഡ് അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ടൈമിൽ തന്നെ സേഡ് അമ്മ അവിടെ നിന്ന് ഓടുന്നതും ക്യൂചോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ അതായത് ക്യൂചോങ്ങിൻ്റെ അച്ഛനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ കറക്റ്റ് ടൈമിൽ ഫോൺ എടുക്കുന്നത് സേഡ് അച്ഛനായിരിക്കും. അതായത് സേഡ് അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, അവരിപ്പോൾ തന്നെ ഇവിടെ നിന്ന് നാട് വിടാൻ പോവാന്നൊക്കെ പറയുന്നതും ഉടനെ തന്നെ സേഡ് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതായത് ക്യൂചോങ്ങിനൊന്നും ചെയ്യുന്നില്ല. സേഡ് അമ്മയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സേയും കൊണ്ട് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ എനിക്ക് ക്യൂചോങ്ങി ചേച്ചിയെ കാണണം, ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നതും ഇതൊന്നും കേൾക്കാതെ സേഡ് അമ്മ ഇവളെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. ലീഗുനാണെങ്കിലോ ആ ബ്രിഡ്ജിന്റെ മുകളിൽ കിടക്കുന്നതും അപ്പോൾ ഇവന്റെ അമ്മൂമ്മ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഇവനെ തപ്പി ഇറക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതേ ടൈമിൽ ക്യൂചോങ്ങിന്റെ അമ്മ ക്ലിനിക്കിൽ എത്തുമ്പോൾ കാണുന്നത് എന്താ, തന്റെ മകള് ബോധം കെട്ടി കിടക്കുന്നതും ഭർത്താവ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതൊക്കെയാണ്. അങ്ങനെ അമ്മയാണെങ്കിൽ കരയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത്. അതായത് സീരീസ് തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ലവ് ആണെന്ന് തെറ്റിദ്ധരിച്ച ലീഗുൻ ശരിക്കും സ്നേഹിച്ചത് അവന്റെ ഫസ്റ്റ് ലവ് ആയ ആളെ തന്നെയായിരുന്നു എന്നത് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു. ലീഗുന്റെ കേസ് ഓക്കെ, ക്യൂചോങ്ങിനാണെങ്കിൽ ആ ട്രോമ കാരണം പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നതുകൊണ്ട് അവൾക്കും അത് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല. ക്യൂചോങ് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പ്രൊഫസറോട് പറഞ്ഞതുകൊണ്ടായിരിക്കാം പ്രൊഫസർ ലീഗുനെ വിളിക്കുന്നതും അവൾ തന്നെയാണോ തന്റെ ഫസ്റ്റ് ലവ്, ആക്ച്വലി ആ എക്സ്പെരിമെന്റിന് ശേഷം തനിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് വന്നതായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ താൻ ആരെയാണോ തെറ്റിദ്ധരിച്ചത് അയാൾ തന്നെയാണ് തന്റെ യഥാർത്ഥ പ്രണയിനി എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ലീഗുനാണെങ്കിൽ ആകെ വിഷമം വരുന്നുണ്ട്. ക്യൂചോങ് ഇന്ന് തന്നെ കൊറിയ വിടുന്ന അറിയുന്ന ലീഗുനാണെങ്കിൽ ഉടനെ തന്നെ അവിടെയുള്ളൊരു ടാക്സി വിളിക്കുന്നതും എന്നാൽ ടാക്സിയിൽ കയറുന്ന ടൈമിൽ അതിന്റെ മിററിൽ ഇവന്റെ തന്നെ ഒരു പ്രതിച്ഛായ കാണുന്ന ടൈമിൽ ഇവന് ആ കാറിൽ കയറാൻ കഴിയുന്നില്ല. അതായത് ക്യൂചോങ് എന്താ വിചാരിച്ചത്, ഇവൻ നല്ല ഉഷാറായിട്ട് ഡിപ്രഷനൊക്കെ മാറ്റിയിട്ട് നല്ല ആക്റ്റീവായിട്ടാണ് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചത്. എന്നാൽ ഇവൻ പണ്ടത്തേക്കാൾ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂചോങ്ങിനെ പോലെ സക്സസ് ആയിട്ടുള്ള തന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ക്യൂചോങ്ങിന്റെ മുന്നിൽ പോയി നിൽക്കാൻ ഇവന് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൻ ആ കാറിൽ കയറുന്നില്ല. അങ്ങനെ ക്യൂചോങ് ആണെങ്കിൽ കൊറിയയിൽ നിന്നും പോകുന്നുണ്ട്. പിന്നീട് 3 വർഷത്തിന് ശേഷം എന്ന് എഴുതി കാണിച്ച് തിരിച്ച് കൊറിയയിലേക്ക് എത്തുന്ന ക്യൂചോങ്ങിനാണെങ്കിൽ ഇവള് നന്നായിട്ട് തന്നെ ഒരു എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവൾക്കൊരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇവളോട് സംസാരിക്കാൻ പറയുമ്പോൾ പണ്ട് എന്നോടൊരു പേഷ്യന്റ് ചോദിച്ചിരുന്നു, അതായത് വേറെ എവിടെയെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽമെന്റ് തേക്കാം, എന്നാൽ ഒരു ഹൃദയത്തിലാണ് പറ്റുന്നതെങ്കിൽ അതിന് കഴിയില്ല എന്ന്. അതായത് ഇവളുടെ അടുത്തേക്ക് എന്നും വരാറുള്ള ഒരാളുണ്ടല്ലോ, ആള് പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് കേട്ടോ ഇവളവിടെ പറയുന്നത്. എന്നാൽ 3 വർഷത്തെ എൻ്റെ കഠിനമായ പ്രയത്നവും അതുപോലെ പഠിത്തത്തിനും ശേഷം ഞാൻ ആ ഒരു എക്സ്പെരിമെന്റിൽ വിജയിച്ചു. അതായത് ബ്രെയിനിന് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് ഇവളൊരു നല്ല സ്പീച്ച് എന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഇപ്പോഴത്തെ ലീഗിനെ കാണിക്കുന്നുണ്ട്. അതായത് ഇവൻ പണ്ടത്തെ പോലെ തന്നെ മാറിയിട്ട് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കുന്നു. മാത്രമല്ല ഏജൻസി നല്ല രീതിയിൽ നടത്തുന്നുണ്ടായിരിക്കും. ചാസിയോന ആ ഏജൻസിയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്നതും ആ ടൈമിൽ ഇവൻ പണ്ടത്തെ പോലെ തന്നെ എനിക്ക് എന്തൊരു ഗ്ലാമർ ആല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ SP ആയിട്ട് സ്വയം പൊക്കിയടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ബാദൂക്ക് ആണെങ്കിൽ ബാദൂക്ക് ഇപ്പൊ ഇവന്റെ ഏജൻസിയിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള കോച്ചാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഓരോന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടുന്ന ടൈമിലാണ് അങ്ങോട്ട് ആ ഏജന്റ് വരുന്നതും. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ ഏജന്റ് തൊട്ട് പിന്നാലെ മാനേജർ ഹോങ് വരുന്നുണ്ട് കേട്ടോ. അതെ, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, അവന് മാത്രം ചെയ്താൽ പോരെന്നൊക്കെ പറഞ്ഞ് അതായത് ആൾക്കൊരു ഗതി വന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഏജന്റ് ആണെങ്കിലും ഹോങ്ങിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അവിടെ എത്തിയിട്ട് ലീഗിനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇയാളാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുന്ന ടൈമിലാണ് ഈ ഏജന്റിന്റെ തൊട്ടു പിന്നാലെ ക്യൂചോങ്ങിന്റെ ആ ഒരു പേഷ്യന്റ് ഉണ്ടല്ലോ, ഇവളെ ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരത്തില്ല ഇവളുടെ അടുത്തേക്ക് ആളങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇയാളെ കാണുന്ന ഹോങ് ആണെങ്കിൽ നിങ്ങൾ അയാളുടെ ഡ്രൈവർ ആയിരിക്കുമല്ലേ, അതെ എനിക്ക് ഇയാളെ അല്ലാണ്ട് നേരിട്ട് ചെയർമാനെ കാണാൻ വല്ല ചാൻസും ഉണ്ടോ, അങ്ങനെ ഒരു മീറ്റിംഗ് ഒപ്പിക്കുകയാണെങ്കിൽ ഞാൻ നല്ല പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ എടുത്തിട്ട് ഇയാൾക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ ചെയർമാനെ കാണണല്ലേ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ പൈസയൊക്കെ തരാമെന്ന് പറയുന്ന ടൈമിലാണ് ഇയാളെ കാണുന്ന ഈ ഏജന്റ് അയ്യോ സാറേ എന്തിനും ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ചെല്ലുന്നത് കേട്ടോ. എന്നിട്ട് അയ്യോ സാറൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നല്ലോ, ഇതെന്താ നേരിട്ട് വന്നേ, ഇങ്ങനെ വരാറില്ലല്ലോ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഹോങ്ങും ലീഗുനും കാര്യം മനസ്സിലാകുന്നത്. അതായത് ഇവർ ഇതുവരെ കാണാത്ത ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്ന ചെയർമാൻ മറ്റാരുമല്ല ഇദ്ദേഹമാണെന്ന്. അതായത് ലുക്ക് കണ്ടിട്ട് ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഇദ്ദേഹമാണ് ചെയർമാൻ എന്നൊക്കെ ചോദിച്ച് ലീഗുൻ സംസാരിക്കുന്ന ടൈമിൽ ലീഗുനോട് ഇയാൾ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അതെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ക്യൂചോങ് ഡോക്ടർ കൊറിയയിൽ എത്തിയിട്ടുണ്ട്. താൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അവിടേക്കുള്ള എൻട്രി പാസ് ആണെന്ന് പറഞ്ഞ് ഇത് ഇയാൾ ലീഗുന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ആകെ വണ്ടടിച്ച് നിൽക്കുന്ന ടൈമിൽ അല്ല തൻ്റെ ഏജൻസിയിൽ ഞാൻ സൈൻ ചെയ്യുന്നുണ്ട്, അതിന് കാരണം എന്താണെന്നറിയും, ഞാൻ ലീഗുൻ ഡോക്ടറോട്
ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ തമ്മിലുള്ള കാര്യമൊക്കെ നന്നായിട്ട് അറിയാമെന്ന് പറയുന്നതും ലീഗുനാണെങ്കിൽ ആകെ സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിലോ എന്നാൽ ശരി ഞാൻ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ, അതായത് ഒരു ചെയർമാൻ്റെ ആറ്റിറ്റ്യൂഡ് ഒന്നും അല്ല കേട്ടോ ആള് കാണിക്കുന്നത്. ആള് കൂളായിട്ട് അവിടെ നിന്ന് ഓടുന്ന ടൈമിൽ ഹോങ്ങും ഈ ഏജന്റും പിന്നാലെ സാറേന്ന് വിളിച്ച് ഓടുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ സേ ആണെങ്കിൽ ക്യുജോങ്ങിന്റെ അമ്മയെയും ഹ്യൂനിനൊക്കെ വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ഇപ്പോഴും ടച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിക്കുന്നതും ഹോസ്പിറ്റൽ ഒരു സീനാണ് കാണിക്കുന്നത്. അതായത് പ്രൊഫസറും നഴ്സ് സോങ്ങും തമ്മിൽ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഹോസ്പിറ്റലിൽ ആരും കാണാതെ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരോടും നമുക്ക് ഈ റിലേഷൻഷിപ്പിനെ പറ്റി പറയില്ലെന്ന് പ്രൊഫസർ ചോദിക്കുമ്പോൾ സോങ് ആണെങ്കിൽ അല്ല അത് പിന്നെ അത് വേണോ, കാരണം ഞാനിങ്ങനെ ലുക്കൊക്കെ നന്നായിട്ട് നോക്കുന്ന ആളല്ലേ, അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരാൾ അല്ല കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ മുടി എന്നൊക്കെ പറയുന്ന ടൈമിൽ പ്രൊഫസർ ആണെങ്കിൽ അല്ല ഈ മുടിക്ക് ഇപ്പം എന്താ കുഴപ്പം, അല്ലെങ്കിൽ തന്നെ ഞാനിത് പറഞ്ഞ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് പ്രൊഫസർ നഴ്സിൻ്റെ പിന്നാലെ പോകുന്ന ടൈമിൽ ഓൾറെഡി ആ റൂമിൽ ഇവർ വരുന്നത് കണ്ട് ഒളിച്ചിരിക്കുന്ന രണ്ടുപേരുണ്ടായിരിക്കും. അത് മറ്റാരും ആയിരിക്കില്ല, ഡോക്ടർ നാമും അതുപോലെ തേയോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും കേട്ടോ. ആക്ച്വലി ഇവർ രണ്ടുപേരും സെറ്റ് ആയിട്ടുണ്ടായിരിക്കും, ഇവരവിടെ കിസ്സിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരാണെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് അല്ല ഈ പ്രൊഫസറും നഴ്സും സോങ്ങും തമ്മിൽ ഡേറ്റിംഗ് ആണെന്ന് ഈ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയാം, എനിക്ക് തോന്നുന്നു ഇവർക്ക് മാത്രമേ ഇത് അറിയാത്തുള്ളൂ, എന്ത് മറ്റുള്ളവർക്ക് അറിയാമെന്ന്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന തേയോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ സെറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നീട് ലീഗുൻ്റെ ഫാമിലിയാണ് കാണിക്കുന്നത്. അച്ഛനും അമ്മയും മക്കളുടെ പിന്നാലെ നടന്ന് അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുത്ത് ആകെ സ്ട്രെസ് ആക്കുന്ന പരിപാടിയൊക്കെ ഇങ്ങ് വിട്ട് ഇവർ തമ്മിലുള്ള ടൈം ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇവർ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും റൊമാൻറ്റിക് ആവുന്നതായിട്ടുള്ളൊരു സീനാണ് കേട്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ ലീഷൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ലീഷനാണെങ്കിൽ ഇപ്പോൾ കളിക്കാനൊന്നും പോകുന്നില്ലെന്ന് മാത്രമല്ല ബാദൂക്കിനെ പോലെ ഒരു സ്കൂളിൽ കുട്ടികളുടെ കോച്ചായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവൻ ആ ഒരു ജോലിയിൽ നല്ല സന്തോഷനൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നീ എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്, പിള്ളേരായിട്ട് കളിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ ഞാൻ ഒരുപാട് മൂത്തതല്ലേ അതുകൊണ്ട് അവരൊന്നും എന്നെ കളിക്കാൻ കൂട്ടുന്നില്ല, ഞാൻ ഇനി സ്കൂളിലേക്കൊന്നും പോകുന്നില്ല പഠിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അത് കൊള്ളാം, പഠിപ്പിക്കുന്ന ആൾ തന്നെ പോകുന്നില്ല എന്ന് പറഞ്ഞ് എങ്ങനെ ശരിയാവുക, നീ ഇങ്ങനെ ഡെസ്പ് ആവില്ലേ എന്നൊക്കെ പറയുന്നതും, അതായത് അച്ഛനും അമ്മയും നല്ല എനർജറ്റിക്കും ആയിരിക്കും, നല്ല റൊമാൻറ്റിക് ഒക്കെ ആയിരിക്കും കേട്ടോ. മകൻ വന്നു അതുകൊണ്ട് റൊമാൻറ്റിക് ആവരുത് എന്നുള്ളൊരു നാണക്കേടൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് ലീഷിൻ്റെ കയ്യിൽ നിന്നൊരു പൗച്ച് താഴെ വീഴുന്നതും അതിലത്തെ കുറച്ച് പേനകളൊക്കെ നിലത്ത് വീഴുന്നുണ്ട്. ആ ടൈമിൽ ഇവനാണെങ്കിൽ അത് എടുത്ത് വെക്കാൻ നോക്കുന്നതും, അതായത് പിന്നീട് അവനത് എടുത്ത് വെക്കാൻ്റെ മൊത്തം അങ്ങ് പരത്തിയിടുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ കാണിച്ചു തരുന്നത് പണ്ടായിരുന്നെങ്കിൽ ഇവൻ എല്ലാ സാധനം ഇങ്ങനെ ഒതുക്കി വെക്കുന്ന ഒരു OCD പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പം അവനതില്ലാന്ന് ആ ഒരു സീനിലൂടെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സീനിൽ ക്യുജോങ് ആണെങ്കിൽ അവാർഡ് സെറിമണി കഴിഞ്ഞു, ഞാൻ സോളിലേക്ക് ഉടനെ തന്നെ വരുന്നുണ്ടെന്നൊക്കെ അമ്മയെ വിളിച്ച് പറയുന്നതും, അപ്പം അമ്മയാണെങ്കിൽ നീ വേഗം വാ നിന്റെ ചേച്ചിയും മോനൊക്കെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നേരെ പോകുന്നത് ആ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് ആയിരിക്കും, അതായത് ലീഗുനുമായിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്ത ബ്രിഡ്ജിൻ്റെ അവിടേക്ക്. ഇവൾ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ അങ്ങോട്ട് ലീഗുനും വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ചിരിച്ച് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നതും ചെറുപ്പത്തിലെ ലീഗുനെയും ക്യുജോങ്ങിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിലും നീ ശരിക്കും ലക്കിയാണ്, കാരണം നീ എൻ്റെ ഫസ്റ്റത്തെയും അവസാനത്തെ ആയിട്ടുള്ള ലവ് ആണെന്ന് പറയുന്നതും ഇവർ ഹഗ് ചെയ്യുന്ന ഒരു നല്ല സീനോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡും ഈ സീരീസും ഇവിടെ അവസാനിക്കുന്നത്. അതായത് അവസാനത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടാതെ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിച്ച പോലെ തോന്നിയില്ലേ, പക്ഷേ ഈ ഒരു സീരീസ് ഇങ്ങനെ തന്നെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള റോം കോം എന്ന ടാഗ് ലൈനിനോട് നല്ല നീതി പുലർത്തുന്ന ഒരു സീരീസ് ആയിരുന്നു ബാഡ് മെമ്മറി എറൈസർ എന്ന് പറയുന്നത്. അതായത് ത്രൂ ഔട്ട് കോമഡീസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് മാത്രമല്ല ഒട്ടും ലാഗ് അടിപ്പിച്ചില്ല എന്ന് വേണം പറയാൻ. അതായത് ഓരോ എപ്പിസോഡും നല്ല ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ അഭിനയമാണ്. എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുത്തിട്ടുള്ള റോളും അങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ അഭിനയിക്കാനുള്ളതായിരുന്നു. അവരുടെ എക്സ്പ്രഷൻസിൻ്റെ കാര്യമാണെങ്കിൽ പറയാനില്ല. എന്തായാലും ഈ ഒരു സീരീസിന് നിങ്ങൾ എന്ത് റേറ്റിംഗാണ് കൊടുക്കുന്നതെന്ന് പറയണം കേട്ടോ. അതുപോലെ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താനുണ്ടെങ്കിൽ അതും പറയണം. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡോട് കൂടിയിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ മറ്റൊരു സീരീസ് ഇട്ടിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ നല്ല റൊമാൻറ്റിക് കോമഡി അതുപോലെ ത്രില്ലറൊക്കെ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കതിന് കഴിയത്തുള്ളൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കൊറിയൻ സീരീസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക്